ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 8. അക്ഷരബ്രഹ്മയോഗം. ക്ഷരം എന്നാൽ നശിക്കുന്നത്, അക്ഷരം എന്നാൽ നശിക്കാത്തത്. നാശമില്ലാത്ത ബ്രഹ്മം. ആ ബ്രഹ്മതത്വത്തെ അനുഭവ പ്രാധാന്യത്തോടെ സ്പഷ്ടമായി വിവരിക്കാൻ തുടങ്ങുകയാണ് ഭഗവാൻ ഈ ഒരു അധ്യായത്തിൽ. അതുകൊണ്ട് ഈ അധ്യായത്തിന് അക്ഷരബ്രഹ്മയോഗം എന്ന് പേർ. യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞ അധ്യായത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ്. പുതിയൊരു അധ്യായമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ 7-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ കുറച്ച് പേരുകളോടുകൂടെ ഭഗവാൻ പറഞ്ഞത് അധ്യാത്മം, കർമ്മം, അധിയജ്ഞം, അധിഭൂതം, അധിദൈവം എന്നീ ഭാവങ്ങളിൽ എന്നെ മനസ്സിലാക്കിയാൽ അങ്ങനെ സത്യത്തെ പൂർണ്ണമായി അറിയുന്നവർ മരണകാലത്ത് ദേഹം വെടിഞ്ഞ് എന്നെ പ്രാപിക്കുന്നു എന്നാണ് ആ ഒരു ശ്ലോകത്തിൽ, അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ നമ്മളെയൊക്കെ പോലെ തന്നെ അർജുനനും ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ചുള്ള അർജുനന്റെ ചോദ്യമാണ് ഈ അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 ശ്ലോകങ്ങൾ. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു അഥവാ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, കിം തദ് ബ്രഹ്മ, കിം അധ്യാത്മം, കിം അധ്യാത്മം, കിം കർമ്മ പുരുഷോത്തമ, അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം, പ്രോക്തമധിദൈവം കിം ഉച്യത്തെ, കിം ഉച്യത്തെ. രണ്ടാമത്തെ ശ്ലോകവും ഒരുമിച്ച് തന്നെ പറയുകയാണ്. അധിയജ്ഞഃ കഥം, കഹ അത്ര, കോ അത്ര, ദേഹേ അസ്മിൻ, ദേഹേസ്മിൻ മധുസൂദന, പ്രയാണകാലേ ച കഥം, ജ്ഞേയഃ അസി, ജ്ഞേയോസി നിയതാത്മഭിഃ. പുരുഷോത്തമ, അല്ലയോ ഭഗവാനെ, തത് ബ്രഹ്മ, അങ്ങ് പറഞ്ഞ ആ ബ്രഹ്മം, കിം എന്താണ്, അധ്യാത്മം കിം, അധ്യാത്മം എന്താണ്, കർമ്മ കിം, കർമ്മം എന്നാൽ എന്താണ്, അധിഭൂതം പ്രോക്തം, അങ്ങ് അധിഭൂതമെന്ന് പറഞ്ഞുവല്ലോ, അതെന്താണ്, അധിദൈവം, അധിദൈവമെന്ന് കിമുച്യത്തെ, എന്തിനെയാണ് അങ്ങ് പറഞ്ഞത്, മധുസൂദന, അലയോ കൃഷ്ണ, അസ്മിൻ ദേഹേ, ഈ ശരീരത്തിൽ, അത്ര, ഇവിടെ, അധിയജ്ഞഃ, അധിയജ്ഞഭാവേന, കഹ, ആരാണുള്ളത്, കഥം, അതെങ്ങനെയാണ്. ഇനി പ്രയാണകാലേച്ച, ദേഹം വിട്ട് ഇവിടെ നിന്ന് യാത്രയാകുമ്പോഴും, നിയതാത്മഭിഃ, നിയതാത്മാ, തന്റെ ഇന്ദ്രിയങ്ങളെയും എല്ലാം ഏകാഗ്രപ്പെടുത്തിയിട്ട് ആ പരമാത്മാവിൽ മനസ്സുറപ്പിച്ച ജ്ഞാനികളാൽ, കഥം ജ്ഞേയഃ അസി, അങ്ങ് എപ്രകാരമാണ് അറിയപ്പെടുന്നത്, അവരെങ്ങനെയാണ് അങ്ങയെ അറിയുന്നത്. അപ്പോൾ ഒരു ചോദ്യ പരമ്പര തന്നെയാണ് അർജുനൻ ചോദിക്കുന്നത്. ഭഗവാനെ, അങ്ങ് പറഞ്ഞ പൂർണ്ണ ബ്രഹ്മം എന്താണ്, അധ്യാത്മം, കർമ്മം, അധിഭൂതം, അധിദൈവം. കൃഷ്ണ, അങ്ങ് പറഞ്ഞു അധിയജ്ഞഭാവേന, അതാരാണ്, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അതിരിക്കുന്നത്. അതുപോലെ ദേഹം വിട്ട് ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ ജ്ഞാനികളാൽ അങ്ങ് അറിയപ്പെടുമെന്ന് പറഞ്ഞു, അത് എങ്ങനെയാണ്, ഇതൊക്കെ എൻ്റെ സംശയമാണ് എന്ന് അർജുനൻ പറഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് ഓരോന്നായിട്ട് ഭഗവാൻ ഉത്തരം കൊടുക്കുകയാണ്. അർജുന ഉവാച കിം തദ് ബ്രഹ്മ കിമധ്യാത്മം
കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യത്തെ അധിയജ്ഞ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിः. ഭഗവാൻ ഉവാച. ഭഗവാൻ മറുപടി പറയുന്നു. മൂന്നാമത്തെ ശ്ലോകം. അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവഃ അധ്യാത്മം ഉച്യത്തെ. സ്വഭാവോ അധ്യാത്മമുച്യത്തെ. ഭൂതഭാവ ഉദ്ഭവകരഃ ഭൂതഭാവോദ്ഭവകരോ വിസർഗഃ കർമ്മസഞ്ജ്ഞിതഃ. അക്ഷരം നാശമില്ലാത്ത പരമം പരമമായിട്ടുള്ള ഏറ്റവും മൂലകാരണമായിട്ടുള്ളത് അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെക്കുറിച്ച് അത് അറിവ് കൊണ്ട് മാത്രം അനുഭവപ്പെടാവുന്ന ഒന്നാണ്. ഇപ്പോൾ തൽക്കാലം ഈ ഒരു വാക്കുകൊണ്ട് മനസ്സിലാക്കി വെക്കാം എന്നേ പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും അതിൻ്റെ സ്വഭാവം തന്നെ ഭഗവാൻ പറഞ്ഞു, ഒരിക്കലും നാശമില്ലാത്തത്. അതാണ് പരമമായിട്ടുള്ള കാരണം ബ്രഹ്മം. ആ ബ്രഹ്മത്തിൻ്റെ സ്വഭാവഃ, ആ ബ്രഹ്മം തന്നെ സ്വയം ഭവിച്ച് ഓരോരോ ദേഹത്തിലും ആ ദേഹത്തെ ചലിപ്പിക്കുന്ന ചൈതന്യമായിട്ടിരിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് അധ്യാത്മം. അതാണ് ജീവൻ. അധ്യാത്മം ഉച്യത്തെ, ജീവൻ എന്ന് പറയുന്നു. ഇനി ഭൂതഭാവ ഉദ്ഭവകരഃ. ഇവിടെ ഭൂതങ്ങൾ ഉണ്ടായിട്ടുള്ള എല്ലാം, പഞ്ചഭൂതാത്മകമായിട്ടുള്ള എല്ലാ ശരീരവും സൃഷ്ടിയും അത് ഉദ്ഭവകരഃ, അത് ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകുന്ന ആ ഒരു ക്രിയ, ഈ പരമമായ കാരണം, പരമകാരണമായ ബ്രഹ്മത്തിന് പലതായി തീരാനുള്ള ഒരു ഇച്ഛയുണ്ടാകുമ്പോൾ സ്വയം അത് ഓരോരോ ചൈതന്യം സ്വീകരിക്കുന്നു. അതാണ് സ്വയം ഭവിച്ചുകൊണ്ട്, സ്വയം ഒരു ജീവനെ സ്വീകരിച്ച് പലതായിട്ട് ഓരോരോ ജീവനായിട്ട് ഒപ്പം ഓരോരോ ശരീരത്തിൽ കുടികൊള്ളുന്നു. ഇങ്ങനെയുള്ള ഈ സൃഷ്ടി പ്രക്രിയയുടെ പേരാണ് വിസർഗഃ. വിസർഗഃ എന്നാൽ ആ സൃഷ്ടി. ഒരു വെള്ളത്തിൽ, ചലിക്കാതെ നിൽക്കുന്ന വെള്ളത്തിൽ ഒരു കല്ലുകൊണ്ടിട്ടാൽ അതിങ്ങനെ ഇളകുന്ന സമയത്ത് ആ ഇളക്കം, ആ ഒരു പ്രക്രിയ, ഇതേപോലെ ചലനമറ്റ് നിശ്ചലമായി നിൽക്കുന്ന എന്നാൽ ചൈതന്യമുള്ള ആ ബ്രഹ്മത്തിന് പലതാവണം എന്ന ആഗ്രഹം വരുമ്പോൾ അവിടെ ഒരു സ്പന്ദനം ഉണ്ടാകുന്നു. ആ സ്പന്ദനം, ആ ശക്തിയുടെ സ്പന്ദനമാണ് കർമ്മസഞ്ജ്ഞിതഃ, കർമ്മം എന്ന് അറിയപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഒരിക്കലും നാശമില്ലാത്ത പരമകാരണമാണ് ബ്രഹ്മം. ആ ബ്രഹ്മം പലതാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം അത് ഓരോരോ ജീവനായിട്ട് പ്രതിബിംബിക്കുന്നു. അങ്ങനെ പ്രതിബിംബിക്കാൻ അതിനൊരു ഉപാധി വേണം, ഓരോരോ ശരീരം വേണം. അങ്ങനെയുള്ള ആ ശരീരത്തെ സൃഷ്ടിക്കുന്ന ആ സൃഷ്ടികർമ്മത്തിന്റെ പേരാണ് കർമ്മം. സൃഷ്ടിക്രിയയുടെ പേരാണ് കർമ്മം. നമ്മൾ സാധാരണ പറയുന്ന കർമ്മത്തെയല്ല ഇവിടെ ആധ്യാത്മിക ഭാവത്തിലുള്ള കർമ്മം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതല്ല. പക്ഷേ അതിനെക്കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ, അത് പരമമായ കാരണമാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാറ്റിൻ്റെയും പരമകാരണമാണ്, അതിന് നാശമില്ല. അതുകൊണ്ട് അതിനെ അക്ഷരം എന്ന് വിളിക്കുന്നു. അക്ഷരമായിട്ടുള്ള ബ്രഹ്മം, അതാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മൂലകാരണമായിരിക്കുന്നത്.
ആ പ്രപഞ്ചത്തിന് പലതായി തീരാൻ വേണ്ടി എടുക്കുന്ന ഓരോരോ സൂക്ഷ്മാംശമായിട്ട് ഓരോരോ ശരീരത്തിൽ ഓരോ ചൈതന്യമായിട്ടിരിക്കുമ്പോൾ ആ ചൈതന്യത്തിന്റെ പേരാണ് ജീവൻ അഥവാ അധ്യാത്മം. ഇനി ആ ജീവനോടുകൂടി ഓരോരോ ശരീരത്തെ ഇവിടെ സൃഷ്ടിച്ചു വിടുന്നു. ആ ക്രിയയുടെ പേരാണ് കർമ്മം. അങ്ങനെ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ പരമകാരണമായ ബ്രഹ്മത്തെ ഇതിലപ്പുറമൊന്നും വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. കാരണം അത് അനുഭവിച്ച് മാത്രം അറിയേണ്ട ഒരു സത്യമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരുമാണ് ആ അധ്യാത്മരൂപത്തിലിരിക്കുന്ന ജീവൻ. അതുകൊണ്ട് തന്നെ തൻ്റെ ഉള്ളിലെ ആ അധ്യാത്മത്തെ അറിയാനുള്ള സാധനയാണ് ആധ്യാത്മികത. അതുകൊണ്ടാണ് അതിനെ ആധ്യാത്മികത എന്ന് വിളിക്കുന്നത്. തൻ്റെ ഉള്ളിലെ ജീവനായിട്ടിരിക്കുന്നത് ആ പരമാത്മാവ് തന്നെയാണെന്ന തിരിച്ചറിവിലേക്ക്, ആ തിരിച്ചറിവിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സാധന, അതാണ് ആധ്യാത്മിക സാധന. അപ്പൊ ആ ബ്രഹ്മം തന്നെ പലതായി തീരുന്ന അതിൻ്റെ ആ സൃഷ്ടിപ്രക്രിയ, അതാണ് കർമ്മം. ശ്രീ ഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യത്തെ ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മ സഞ്ജിത. ഇനി അടുത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 4ാമത്തെ ശ്ലോകത്തിൽ തുടരുന്നു. അധിഭൂതം ക്ഷരഃ ഭാവഃ ക്ഷരോ ഭാവ പുരുഷഃ ച അധിദൈവതം പുരുഷശ്ച അധിദൈവതം അധിയജ്ഞഃ അഹം ഏവ അത്ര അധിയജ്ഞോ അഹമേവാത്ര ദേഹേ ദേഹഭൃതാം വര. ദേഹഭൃതാം വര, ദേഹം സ്വീകരിച്ചവരിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ അർജുന. അതാണ് വരൻ എന്നാൽ ശ്രേഷ്ഠൻ. ക്ഷരഭാവ, ക്ഷരം എന്നാൽ നശിക്കുന്നത്. അപ്പോൾ ഒരു ജലത്തിൽ കുമിളകൾ ഉണ്ടാകുന്ന സമയത്ത്, ഒരു ജലാശയത്തിൽ കുമിളകൾ ഉണ്ടാകുന്ന സമയത്ത് ആ കുമിളകൾ നശിക്കുന്നതാണ്, അത് ഉണ്ടായി മറയുന്നതാണ്. ഇതേപോലെ ആ പരമകാരണമായിട്ടുള്ള ബ്രഹ്മസമുദ്രത്തിൽ, അങ്ങനെ നമുക്ക് സങ്കല്പിക്കുകയാണെങ്കിൽ ആ ബ്രഹ്മത്തിൽ ഉണ്ടായി മറയുന്ന ഈ ജഡശരീരങ്ങൾ, അതിനെയാണ് അധിഭൂതം എന്ന് വിളിക്കുന്നത്. അതാണ് ക്ഷരഭാവ, ഉണ്ടായി മറയുക, അതാണ് നശിക്കുക എന്നതിന് അർത്ഥം. ഉണ്ടായി മറയുന്ന എല്ലാ ഭൂതവസ്തുക്കളും അതിനെയാണ് അധിഭൂതം എന്ന് വിളിക്കുന്നത്. ഇനി പുരുഷഃ ച, ഇവിടെ ഈ പ്രപഞ്ചം മുഴുവൻ ആ പരമാത്മാവ് ഒരു വിരാട് സ്വരൂപത്തിൽ ഇരിക്കുന്നു എന്ന് ഭാഗവതത്തിലും നാരായണീയത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഭഗവത്ഗീതയിലും ഭഗവാൻ അത് പറയും വിശ്വരൂപ ദർശനത്തിൽ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നെ ഒരു രൂപം സ്വീകരിച്ചു വന്ന അതേ പുരുഷൻ ഓരോ ശരീരത്തിലും പുരുഷനായിട്ടിരിക്കുന്നു. അതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ വിരാട് സ്വരൂപനായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ വിരാജിക്കുന്ന അതേ ഭഗവാൻ സ്വരാട്ട് ആയിട്ട്, സ്വരാട്ട് എന്നാൽ ഓരോരോ ജീവനിൽ, ഓരോരോ ശരീരത്തിൽ മാത്രമായിട്ട് ആ പുരുഷൻ ഇരിക്കുമ്പോൾ ആ പുരുഷന്റെ പേരാണ് ഇവിടെ അധിദൈവതം. അപ്പോൾ അധിദൈവമായിട്ട് നമ്മുടെ ഉള്ളിൽ ആ പുരുഷൻ, ആ വിരാട് പുരുഷന്റെ വ്യഷ്ടിഭാവം, സമഷ്ടി വ്യഷ്ടി. സമഷ്ടി എന്നാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുമ്പോൾ അത് സമഷ്ടി, അതൊരു ശരീരത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുമ്പോൾ അത് വ്യഷ്ടി. അങ്ങനെ വിരാട് പുരുഷന്റെ വ്യഷ്ടി രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും ആ പുരുഷൻ ഇരിക്കുന്നു. ആ പുരുഷനെയാണ് അധിദൈവം എന്ന് വിളിക്കുന്നത്.
അത്ര ദേഹേ, ഈ ശരീരത്തിൽ, അഹം ഏവ, ഭഗവാൻ പറയുന്നു ഞാൻ തന്നെയാണ്, അധിയജ്ഞഃ, യജ്ഞരൂപത്തിൽ നമ്മൾ ആ ഒരു നിഷ്കാമമായി കർമ്മം ചെയ്ത് കണ്ടെത്തേണ്ട ആ അധിയജ്ഞഭാവത്തിൽ, ഏതൊരു ഈശ്വരനെയാണോ നമ്മൾ അറിയേണ്ടത് ആ അറിവായിട്ട് ഇരിക്കുന്നതും അറിയേണ്ട വസ്തുവായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം, അതായത് സാക്ഷി രൂപേണ നമ്മുടെ ഉള്ളിൽ വർത്തിക്കുന്ന ആ പരമപുരുഷൻ തന്നെയാണ് അധിയജ്ഞനും. അടുത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. എന്താണ് അധിഭൂതം എന്ന് ചോദിച്ചു. ഉണ്ടായി മറയുന്ന ഈ ശരീരം, ആ ശരീരത്തെയാണ് അധിഭൂതം എന്ന് പറയുന്നത്. ഇനി ആ അധിഭൂതത്തിന്റെ ഉള്ളിൽ, അധിഭൂതം ശരീരം, ഈ ശരീരത്തിനെ 9 ദ്വാരങ്ങളുള്ള ഒരു പുരമായിട്ട് ഭഗവാൻ തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. നവദ്വാരേ പുരേ ദേഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുരേ ശയതി ഇതി പുരുഷഃ എന്നാണ്, പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ. അപ്പോൾ ഈ അധിഭൂതമായിട്ടുള്ള ഈ ശരീരത്തിൽ ശയിക്കുന്ന ആ പുരുഷനാണ് അധിദൈവം. ഈ അധിദൈവ രൂപത്തിലിരിക്കുന്ന പുരുഷനാണ് ഈ ശരീരത്തിന്റെ ഉള്ളിലിരുന്ന് ഈ പ്രപഞ്ചത്തെ കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നത് എല്ലാം. ഇനി ഈ പുരുഷനെ തന്നെ മറ്റൊരു രൂപത്തിൽ നമുക്ക് പറയാം, ആ പരമാത്മാവിന്റെ പ്രതിബിംബമാണ് ജീവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജീവൻ പ്രതിബിംബിക്കാൻ ഒരു ആധാരം ആവശ്യമുണ്ട്. നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മളാണ് ആ പരമാത്മാവിന്റെ സ്ഥാനത്ത് എന്ന് സങ്കല്പിക്കുക. ആ കണ്ണാടിയിൽ പതിയുന്ന പ്രതിബിംബം അത് ജീവനാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ കണ്ണാടിയായിട്ട് അവിടെ ഒരു ആശ്രയം വേണം, ഒരു ആധാരം വേണം. അതാണ് പുരുഷൻ. അപ്പോൾ ആ പുരുഷൻ നമ്മുടെ ഹൃദയ ഗുഹയിലാണ് അവിടെ സൂക്ഷ്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ആ പുരുഷനിലേക്കാണ്, ആ പുരുഷനാകുന്ന ആധാരത്തിലേക്കാണ് ഈ പരമാത്മ ചൈതന്യം പ്രതിബിംബിക്കുന്നത്. അവിടെ കാണുന്ന ആ ബിംബമാണ് ചൈതന്യം, ജീവൻ അഥവാ അധ്യാത്മം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ഷൻ പറയുന്നത്. ഇനി നമ്മുടെയൊക്കെ ഉള്ളിലിരുന്ന് സാക്ഷിഭാവേണ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് ഇരുന്ന്, ഒപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് അതിനു വേണ്ടുന്ന തിരിച്ച് പുണ്യാപുണ്യങ്ങൾക്കുള്ള ഫലങ്ങൾ നിശ്ചയിക്കുന്ന ആ ഒരു യജ്ഞഭാവത്തിലിരിക്കുന്നത് ആ പരമാത്മാവ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഇത് കേൾക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? സത്യമാണ്. അത് തന്നെയാണ് ഭഗവാൻ 7-ാമത്തെ അധ്യായത്തിൽ അവസാനം പറഞ്ഞത്. ആ ബ്രഹ്മത്തിന്റെ പല ഭാവങ്ങളിൽ എന്നെ അറിയുക, എല്ലാ ഭാവങ്ങളും അത് ഞാൻ തന്നെയാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് പൂർണ്ണമായ ബ്രഹ്മജ്ഞാനം ആകുന്നുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് അതിന് ഓരോ പേര് വ്യത്യാസപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും മകൻ എന്നാണ് ആ കുട്ടിയെ അറിയപ്പെടുക. ഇനി ആ കുട്ടി സ്കൂളിൽ പോയാൽ അവിടെ ആ കുട്ടി അറിയപ്പെടുന്നത് ഇന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ആ കുട്ടി സുഹൃത്തുക്കൾക്കിടയിൽ എങ്ങനെ അറിയപ്പെടുന്നു? ഇവൻ ആ വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ ഒരേ കുട്ടിയെ തന്നെ പല ഭാവത്തിൽ പല സ്ഥലത്ത് അഡ്രസ് ചെയ്യുന്നു. ഇതേപോലെ ഒരേ പരമാത്മാവ് തന്നെയാണ് ഇവിടെ അധ്യാത്മരൂപത്തിൽ, ജീവസ്വരൂപത്തിൽ ചൈതന്യമായിരിക്കുന്നതും ആ ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ സ്പന്ദിച്ചുയരുന്ന കുമിളകൾ പോലെയാണ് ഈ അധിഭൂതം ശരീരം ഓരോന്നുമുള്ളത്.
ആ അധിഭൂതത്തിൽ അവിടെ ഉള്ളിലിരുന്ന് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രപഞ്ചത്തെ അനുഭവിക്കാനായിട്ട് അതേ ബ്രഹ്മം തന്നെ പുരുഷനായിട്ടിരിക്കുമ്പോൾ ആ പുരുഷനെ അധിദൈവം എന്ന് വിളിക്കുന്നു. അതേ പുരുഷനിലേക്ക് ആ പ്രതിബിംബം വന്നു ചേരുന്ന സമയത്ത് അതാണ് ജീവൻ എന്ന് നേരത്തെ പറഞ്ഞു. ഇനി ഇതേ പുരുഷൻ തന്നെ എല്ലാറ്റിനും സാക്ഷിയായിട്ട് അധിയജ്ഞനായിട്ട് അധിയജ്ഞഭാവത്തിലും അതേ പരമാത്മാവ് തന്നെ ഇരിക്കുന്നു. അപ്പൊ ഇവിടെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, ഒരേ ചൈതന്യം തന്നെ പല ഭാവത്തിൽ ഇരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ എല്ലാ ചലനവും അറിഞ്ഞുകൊണ്ട് കൂടെ തന്നെ ഭഗവാനുണ്ട്. അല്ലാതെ വീട്ടിനുള്ളിൽ അടച്ചിരുന്ന് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതാരും അറിയില്ലല്ലോ എന്ന ചിന്തയൊന്നും വേണ്ട. ഓരോ ചിന്തയും പിടിച്ചെടുക്കാൻ നമ്മുടെ ഉള്ളിൽ ആ യജ്ഞഭാവത്തിൽ പുരുഷന്റെ ഭാവത്തിൽ ജീവചൈതന്യമായി എല്ലാമായി ഭഗവാൻ കൂടെയുണ്ട്. ഇത് അറിയുന്നില്ല എന്നത് മാത്രം, അത് അജ്ഞത കൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് പോലും അങ്ങനെയൊക്കെ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലും നമ്മുടെ ഉള്ളിലെ ഇതേ പുരുഷനാണ് പുറത്തൊരു ഭാവം, ഒരു ശരീരം സ്വീകരിച്ച് നമുക്ക് പ്രത്യക്ഷമാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിക്കനുസരിച്ചാണ് നമ്മുടെ ഉള്ളിലെ ആ പുരുഷൻ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മം എന്നാൽ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഓരോ ചിന്തയും കർമ്മമാണ്. അങ്ങനെയെങ്കിൽ ഒരു മിനിറ്റിൽ നമ്മൾ ചിന്തിക്കുന്ന എത്രായിരം ചിന്തകൾ, ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചുകൂടെ? എന്തിനാണ് പിന്നീടുള്ള ഒരു ജന്മത്തിലേക്കൊക്കെ വെക്കുന്നത്? അതിനിത് തീരണ്ടേ? ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് ഓരോന്നിനും തിരിച്ച് പ്രതിഫലമുണ്ടെങ്കിൽ ഇത് എപ്പോ തീർക്കും? അതിന് 100 വയസ്സൊന്നും പോരാ. അപ്പോൾ ഓരോ ചിന്തയ്ക്കും പ്രതിഫലനമുണ്ട്. അതിനാണ് സാക്ഷിഭാവത്തിൽ ഭഗവാൻ അധിയജ്ഞ രൂപത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും, നിഷ്കാമ കർമ്മങ്ങൾക്കാണെങ്കിൽ അതൊക്കെ എരിയിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ വാസനകളെ ഇല്ലാതാക്കി തരുന്നതും ആ അധിയജ്ഞ രൂപത്തിലിരിക്കുന്ന പരമാത്മാവ് തന്നെ. ഇനി സകാമമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ വേണ്ട വിധത്തിൽ അതിനെ തരാതരം തിരിച്ച് വേണ്ടുന്ന കാലത്ത് തിരിച്ചു തരുന്നതും ഇതേ അധിയജ്ഞത്തിലുള്ള ഭഗവാനാണ്. അപ്പോൾ എവിടെ പോയി ഒളിച്ചാലും, എങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ എന്തൊക്കെ ചെയ്താലും അറിയുന്ന ആ ശക്തി നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് പുറത്തുള്ളവരിൽ നിന്ന് നമുക്ക് ഒളിക്കാൻ പറ്റും, മറ്റുള്ള മനുഷ്യരിൽ നിന്ന് നമുക്ക് പലതും ഒളിച്ചു വെക്കാം, കള്ളത്തരം ചെയ്യാം. പക്ഷേ അധിയജ്ഞ രൂപത്തിലിരിക്കുന്ന ആ ഭഗവാനെ പറ്റിക്കാൻ സാധിക്കില്ല. ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഓരോ ചിന്തയ്ക്കും തിരിച്ചടി ഉണ്ടാകും എന്ന ചിന്തയോടെ വേണം ജീവിക്കാൻ. അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിലിരുന്ന് വാതിലടച്ച് ചെയ്താൽ ആരും അറിയില്ലല്ലോ എന്നൊന്നും ഇനി ചിന്തിക്കേണ്ട. ഇതൊക്കെ അറിയാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാനുണ്ട്, അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭാവത്തോടൊപ്പം ബ്രഹ്മത്തെ അറിയുന്നയാൾക്ക്, അങ്ങനെ അറിയുമ്പോഴാണ് അത് പൂർണ്ണമായ ബ്രഹ്മജ്ഞാനമാകുന്നത് എന്നും ഭഗവാൻ 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അധിഭൂതം ക്ഷരോ ഭാവ പുരുഷശ്ചാധിദൈവതം അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര. ഈ പറഞ്ഞ ഭാവത്തോടൊപ്പം ബ്രഹ്മത്തെ അറിയുന്ന ഒരാൾക്ക്
ദേഹം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകുമ്പോഴും ആ ജ്ഞാനം നഷ്ടപ്പെടുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന അർജുനന്റെ ഒടുവിലത്തെ ചോദ്യത്തിനാണ് ഭഗവാൻ ഇനി ഉത്തരം പറയുന്നത്. 5-ാമത്തെ ശ്ലോകം. അന്തകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യഃ പ്രയാതി സഹമദ്ഭാവം സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. യഹ ആരാണോ അന്തകാലെ മരണവേളയിൽ കളേബരം മുക്ത്വാ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദേഹം വിട്ട് മാമേവ പരമാത്മാവായ എന്നെ തന്നെ സ്മരൻ ഭാവന ചെയ്തുകൊണ്ട് പ്രയാതി യാത്രയാകുന്നത് സഹ അവൻ മദ്ഭാവം യാതി എന്നെ തന്നെ എൻ്റെ ആ ഭാവത്തിലേക്കാണ് അവൻ എത്തിച്ചേരുന്നത്. എൻ്റെ ആ പരമമായ തലത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നു. അത്ര സംശയഃ ന അസ്തി, ഇതിൽ യാതൊരു സംശയവും വേണ്ട, ഇത് എൻ്റെ ഉറപ്പാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. ആരാണോ മരണവേളയിൽ ദേഹം വിട്ട് പരമാത്മാവായ എന്നെ തന്നെ ഭാവന ചെയ്തുകൊണ്ട് യാത്രയാകുന്നത്, ആ മരണത്തിന് ശേഷം യാത്രയാകുന്നത്, അവൻ വഴി തെറ്റില്ല. അവൻ എൻ്റെ അനുഭവസ്ഥിതിയിലേക്ക്, എന്നിലേക്ക് തന്നെ അവൻ വരും. ഇക്കാര്യത്തിൽ സംശയമേ വേണ്ട. ഇപ്പോൾ ജീവിതകാലം മുഴുവൻ ഭഗവത് സ്മരണയിലിരുന്നിട്ട് ഒരുപക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ പൂർണ്ണമായും ആ ബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആ മരണവേളയിൽ അത് കഴിഞ്ഞുള്ള ആ ജീവന്റെ യാത്ര ഭഗവാനിലേക്ക് തന്നെയായിരിക്കും എന്ന് ഭഗവാൻ ഉറപ്പു തരുന്നു. അതാണ് നാസ്തി അത്ര സംശയഃ, സംശയമേ വേണ്ട അക്കാര്യത്തിൽ. പക്ഷേ വേണ്ടത് ഇതാണ്, ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്താണ് വഴി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനായിട്ടാണ് ഈ ഒരു സത്സംഗവും പ്രഭാഷണവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത്. ഒരു ദിവസം, ആ ദിവസം എത്ര മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കുന്നുവോ ആ സമയത്തുള്ള നമ്മുടെ ചിന്തകൾ എങ്ങനെയോ അത് നമ്മുടെ ഉള്ളിലെ ഒരു വാസനയായിട്ട് അങ്ങനെ അത് അടിഞ്ഞുകൂടും. അല്ലാതെ ഇന്ന് രാവിലെ ഡോക്ടർ പറയുന്നു ഇനി അധിക ദിവസമില്ല, ഒന്നുകിൽ ഇന്ന് തന്നെ എന്നൊക്കെ പറയുമ്പോൾ എന്നാ പിന്നെ ഭഗവാനെ ഭജിച്ചേക്കാം എന്ന് വിചാരിച്ചാലൊന്നും അത് നടക്കുകയേയില്ല. കാരണം ആ സമയത്ത് ആകെ വെപ്രാളമായിരിക്കും. അയ്യോ, ഞാൻ മരിക്കാൻ പോവുകയാണോ, ഇനിയിപ്പം എനിക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇതൊന്നും നടന്നില്ലല്ലോ എന്ന ഒരു ആശങ്കയല്ലാതെ ഭഗവാനെ കുറിച്ച്, അതായത് ഇന്ന് രാത്രി നിങ്ങൾ മരിക്കും എന്ന് അറിഞ്ഞാൽ പോലും ഭഗവാനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതൊരു ശീലമാക്കുകയാണ് വേണ്ടത്. മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അത് വരാം എന്ന ചിന്തയിൽ ഇതൊരു ശീലമാക്കി, അതായത് ഭഗവത് സ്മരണ ഒരു ശീലമാക്കി വെക്കണം. വേറൊന്നും നമുക്കിവിടെ ചെയ്യാനില്ല. നമ്മൾ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ വന്നിരിക്കുന്നു എന്നതൊക്കെ നമ്മുടെ വെറും തോന്നലാണ്. ഏകനാഥ സ്വാമിയുടെ ജീവിതത്തിലെ ഒരു കഥ, ഒരു ചെറിയൊരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു അത്രേ, അങ്ങ് എത്ര സ്വസ്ഥനായിട്ടിരിക്കുന്നു, ആരോടും കോപിക്കുന്നില്ല, എത്ര ആശങ്കയില്ലാതെയാണ് അങ്ങ് ജീവിക്കുന്നത്, ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഏകനാഥ സ്വാമി പറഞ്ഞു, എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. ഇന്നേക്ക് 7-ാം ദിവസത്തിനുള്ളിൽ അങ്ങയുടെ മരണമാണെന്ന് എനിക്ക് ആ ഒരു ചിന്ത, ഒരു തോന്നൽ വന്നിരിക്കുന്നു. ഇത് കേൾക്കേണ്ട താമസം ആളവിടെ നിന്ന് ഓടി. ഇങ്ങനെ ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു, ഇനി ഒന്നും സാധ്യമല്ലല്ലോ, പിന്നെ കൈയും കാലും കെട്ടിയിട്ടതുപോലെയായി. അങ്ങനെ കുറെ ദിവസം, അതായത് ഒരു 6-ാമത്തെ ദിവസം ഏകനാഥസ്വാമി ചെന്നിട്ട് ചോദിച്ചു, എന്തുണ്ട് ഇപ്പം, എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ അയാൾ പറഞ്ഞു, എവിടെ, എൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ലാതെ എത്ര ദിവസമായി, ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി, ഒരാളോട് ദേഷ്യം പിടിക്കാൻ പോയിട്ട് അവരെ ഒന്ന്
അവരെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. ആരെക്കുറിച്ചും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പാപം ചെയ്യാനും ദേഷ്യം പിടിക്കാനും ഒക്കെ നമുക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് കാലം ഇവിടെ നമ്മളിങ്ങനെ ജീവിക്കാൻ പോകുന്നു എന്ന ചിന്ത ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഏകനാഥസ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പാപമൊന്നും ചെയ്യാതെ എപ്പോഴും സ്വസ്ഥനായിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും ഞാൻ ചിന്തിക്കുന്നു, ഇന്നാണ് എൻ്റെ അവസാനം. അപ്പോൾ ഇന്ന് അവസാനമാകുമ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയധികം ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റുമോ അത്രയധികം അടുക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഭഗവത് സ്മരണയിൽ ഞാൻ ഇരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കാരോടും പകയില്ലാത്തത്, ദേഷ്യമില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വസ്ഥനായിരിക്കുന്നത്. എൻ്റെ പ്രാരബ്ധ കർമ്മം അനുഭവിക്കാൻ ഞാൻ ഈ ലോകത്ത് വന്നു. അത് അനുഭവിച്ച് തീർന്നാൽ ഞാൻ തിരിച്ചു പോകും. ഇത്രയേ ഉള്ളൂ ജീവിതം. അതിനിടയിൽ നമ്മളായിട്ടുണ്ടാക്കി വെച്ച ഓരോ സങ്കല്പമാണ് ബാക്കിയുള്ളതൊക്കെ തന്നെ. അതുകൊണ്ട് ഓരോ ദിവസവും ഇന്ന് എൻ്റെ അവസാനമാണ്. അപ്പോൾ അത്രയും എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ സാധിച്ചാൽ, കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എത്ര പഠിച്ചോ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ എത്ര പഠിച്ചോ അതിൻ്റെ ബാക്കി അടുത്ത ജന്മത്തിൽ പഠിക്കാം. അതുകൊണ്ട് ഇന്ന് എനിക്ക് എത്ര പഠിക്കാൻ പറ്റുമോ, എത്ര പ്രഭാഷണം കേൾക്കാൻ പറ്റുമോ, എത്രത്തോളം മനസ്സ് ഭഗവാനിൽ വെച്ചിരിക്കാൻ സാധിക്കുമോ അത്രത്തോളം സാധിക്കട്ടെ എന്ന ചിന്തയോടെ ഓരോ ദിവസവും നമ്മൾ കഴിച്ചുകൂട്ടുകയാണെങ്കിൽ മരണം എപ്പോൾ വേണമെങ്കിലും വന്നാലും, ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും ചിന്ത ഭഗവാനെ കുറിച്ചാകുമ്പോൾ, അങ്ങനെ ആ ശരീരം വിടുന്ന സമയത്ത് ഭഗവാൻ പറയുന്നു, തീർച്ചയായും നിങ്ങൾ എന്നിലേക്ക് വന്നിരിക്കും എന്നാണ് ഭഗവാൻ നമുക്ക് തരുന്ന ഉറപ്പ്. അപ്പോൾ നമ്മുടെ ദിനചര്യയിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അല്ലാതെ ഡോക്ടർ പറയാൻ കാത്തു നിൽക്കേണ്ട, ഇനി ഇത്ര ദിവസം കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ തുടങ്ങാം ഭഗവാനെ സ്മരിക്കാൻ. അത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഭാഗവതത്തിൽ പരീക്ഷിത്ത് ആ 7 ദിവസം കൊണ്ട് തക്ഷകന്റെ കടിയേറ്റ് മരിക്കുമെന്നറിഞ്ഞ നിമിഷം മുതൽ 7 ദിവസം കൊണ്ടാണ് ഭാഗവതം കേട്ട് മനസ്സിനെ പൂർണ്ണമായി ഭഗവാനിൽ സമർപ്പിച്ചത്. അത് മുൻകൂട്ടി അറിഞ്ഞിട്ടാണെന്ന് വിചാരിക്കാം. അങ്ങനെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്നും കൂടെ ഉള്ളത് ആ മരണം തന്നെയാണ്. അതുകൊണ്ട് ഇന്നായിരിക്കാം, നാളെ ആയിരിക്കാം, ഒന്നും അറിയില്ല. അപ്പോൾ പറ്റുന്നത്ര ശ്രേഷ്ഠമായ ഒരു മനുഷ്യജന്മം നമുക്ക് ലഭിച്ചു. അത് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ കിട്ടിയിട്ടും ഈ ലൗകിക ജീവിതത്തിൽ അലയുന്നവരെയൊക്കെ ഭഗവാൻ മൂഢാത്മാക്കൾ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, അധമന്മാർ എന്നൊക്കെ ഭഗവാൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അധമനാകാതെ കിട്ടിയ അവസരത്തിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ, അറിയാൻ, എന്തൊക്കെ കഥകൾ വായിക്കാൻ പറ്റുമോ, ആരുടെയൊക്കെ ജീവചരിത്രങ്ങൾ വായിക്കാൻ പറ്റുമോ അത്രയും സമയം ഭഗവാന്റെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ ചെലവഴിക്കുക. അത് മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ. അല്ലാതെ ഇവിടെ നമ്മൾ നേടിയെടുത്തതൊന്നും നമുക്ക് ബാക്കിയുണ്ടാവുകയില്ല എന്ന ചിന്ത എപ്പോഴും നമുക്കുണ്ടാവട്ടെ. അങ്ങനെ ഒരു ചിന്തയോടുകൂടെ ജീവിക്കുമ്പോൾ തന്നെയാണ് അത് ശരിയായ ആധ്യാത്മികത ആകുന്നത്. അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.